നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ മാത്രമല്ല, ഹിന്ദുക്കൾക്കെതിരെ ഏതവസരം കിട്ടിയാലും ചാടി വീണ് മതേതരത്വത്തിൻ്റെ പുരോഗമനത്തിൻ്റെയൊക്കെ വാൾത്തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടനുണ്ട്. പേര് നിങ്ങൾക്കറിയാം, പ്രകാശ് രാജ്. ഒരു ജന്മനാ വില്ലൻ്റെ മുഖഭാവമുള്ള ഒരാൾ. മുഖത്തെ എക്സ്പ്രഷൻസ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ തനി വില്ലത്തരം സ്വഭാവം അതാണ്, പ്രവൃത്തി അതാണ്, മനസ്സ് അതാണ്. കറുത്ത മനസ്സ് പോലെ കറുത്ത മുഖമുള്ളൊരു നടൻ. ഇയാൾ ഇപ്പോൾ പാറ്റകൾ ദില്ലിയിൽ സമരം നടക്കുമ്പോൾ സോനം വാങ്ചുക്കിനെ, അഭിജിത് ദീപ്കിനെയൊക്കെ കാണാൻ പോയി മോദിയെ വീഴിക്കുക, ബി ജെ പി സർക്കാരിനെ താഴത്തിറക്കുക, ഇതാണ് ഇയാളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് പറയുന്നത് ഈ നടൻ നമ്മൾ കരുതും വലിയ ആദർശവാൻ, മഹാൻ എന്നൊക്കെ കരുതും, ജനാധിപത്യവാദി, സത്യസന്ധൻ എന്നൊക്കെ കരുതും. പക്ഷേ ലോകോത്തര ഫ്രോഡാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ വി ഡി സതീശൻ സർക്കാരിന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. റവന്യൂ വകുപ്പ് മന്ത്രി അനിൽകുമാറിന് 2 സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഇയാൾക്ക് വാഗമണ്ണിൽ 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഇയാൾ 1.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് 10.5 ഏക്കർ വളച്ച് കെട്ടിയെടുത്ത് കൈവശം വെച്ചങ്ങ അനുഭവിക്കുകയായിരുന്നു. രാജ്യത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, സത്യസന്ധതയ്ക്ക് വേണ്ടിയൊക്കെ പെരുമാറുന്ന, പോരാടുന്ന ഈ മഹാനുഭാവൻ നോക്കൂ, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തായ റവന്യൂ ഭൂമി, വാഗമണ്ണിലെ പൊന്നുവിലയുള്ള ഭൂമി 1.5 ഏക്കർ ആരെയോ തട്ടിച്ച് വാങ്ങിച്ചെടുത്തതിൻ്റെ പേരിൽ 10.5 ഏക്കർ പിടിച്ചെടുത്തു. ചുമ്മാ പറയുന്നതല്ല. സർവേ നമ്പർ 185/1 പ്രദേശത്തെ ഭൂമിയാണ്. ആ ഭൂമിയാണ് ഇയാൾ കൈവശപ്പെടുത്തി വെച്ചിരുന്നത്. 10 ഏക്കർ ഭൂമി തന്നെയാണോ എന്ന് ഇനി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1076 ഏക്കർ ഭൂമിയുണ്ട് അവിടെ ഈ സർവേ നമ്പറിൽ. അതിൽ എത്ര പ്രകാശരാജ് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ഇനി കൃത്യമായ അളന്ന് തിരിക്കലിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇയാളുടെ ഭൂമിയോട് ചേർന്ന് കെട്ടിത്തിരിച്ച 10 ഏക്കറാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കണ്ടു കെട്ടിയിരിക്കുന്നത്. ഇയാൾക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ ഇയാളെ വിളിച്ചു കേട്ടോ, ഇയാളുടെ മൊബൈൽ നമ്പറിൽ. ഈ നാട്ടിലെ പുരോഗമനവാദികൾക്ക്, വിപ്ലവകാരികൾക്ക്, SFIക്കാർക്ക്, CPMകാർക്ക് ഒക്കെ ഇയാളുടെ നമ്പർ അറിയാം. ആ നമ്പർ അറിയാവുന്നതുകൊണ്ട് ഇയാളെ വിളിച്ചു, പ്രകാശ് രാജിനെ വിളിച്ചു. സൂപ്രധാനം എന്ന് പറയുന്നത് എവിടുത്തെ സൂപ്രധാനമാണോ, ഇയാളെ വിളിച്ചു. പക്ഷേ ഇയാൾ ഫോൺ എടുക്കില്ല, ജന്മം ചെയ്താൽ ഫോൺ എടുക്കില്ല. കാരണം ഇപ്പോൾ കോളർ ID ഉള്ളതുകൊണ്ട്, ട്രൂ കോളർ ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ നമ്പർ കണ്ടാൽ അറിയാമല്ലോ, റവന്യൂ വകുപ്പിൻ്റെ നമ്പർ കണ്ടാൽ അറിയാമല്ലോ. അതുകൊണ്ട് ഇയാൾ ഫോൺ എടുക്കത്തില്ല. ഒടുവിലൊരു നിവൃത്തിയില്ലാതെ 4 ദിവസങ്ങൾക്ക് മുമ്പ് റവന്യൂ വകുപ്പ് ഇയാളുടെ ഭൂമി അങ്ങ് ഏറ്റെടുത്തു. നോക്കൂ, ആദർശം, സഹജീവി സ്നേഹം ഒക്കെ പറയുന്ന ഇയാൾ ഒന്നാം തരം കാട്ടുകള്ളനാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇയാൾക്ക്, കൊടൈക്കനാലിൽ ഒരു ബംഗ്ലാവുണ്ട്. ഈ ബംഗ്ലാവിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഈ പൊതുവഴി ഇയാൾ അങ്ങോട്ട് കയ്യേറി കോൺക്രീറ്റ് ചെയ്ത് മതിൽ കെട്ടി ഇയാളുടെ സ്വന്തമാക്കി. അതിനെതിരെ കർഷകർ കൊടുത്ത കേസ് ഇപ്പോഴും പരിഗണന കിടക്കുക. അപ്പോൾ എവിടെയൊക്കെ മാന്താവോ അവിടെയൊക്കെ പോയി മാന്തും. അത്ര വലിയ പൊന്നുപോലാണ് ഇയാൾ. മതേതരത്വം പറയും, മതേതരത്വം പറഞ്ഞിട്ട് ഇയാൾക്ക് ആകെ വിരോധമുള്ള ഹിന്ദുക്കളോട് മാത്രമാണ്. ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ക്ഷേത്രങ്ങളൊന്നും ഈ പെന്തോയ്ക്ക് കണ്ടുകൂടാ. ഇയാൾ ഇവാഞ്ചലിസ്റ്റാണ്. പ്രകാശ് രാജ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. ഇയാൾ ഹിന്ദു വിരുദ്ധനാണ്. എന്നാൽ ഇയാളുടെ സഭയിൽ പോയി പ്രാർത്ഥിക്കും, ഇയാളുടെ ബന്ധുക്കളുടെ വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ പോയി വിശ്വാസപൂർവ്വം പങ്കെടുക്കും. പക്ഷേ എത്തിസ്റ്റാണ്, പുരോഗമനവാദിയാണ് എന്ന് പറയും. വിരോധം ഹിന്ദു മതത്തോടാണ്. ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യും. ധർമ്മസ്ഥലയിലെ കാര്യം അറിയില്ലേ? അതിലേക്ക് വരും മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. അടുത്തിടെ ഇയാൾക്കെതിരെ ഒരു കേസ് വന്നത് ബാംഗ്ലൂർ കോടതിയിൽ നിന്നാണ് കേസ് വന്നത്. കാരണം ഇയാൾക്ക് 4 വോട്ടർ ID കാർഡ്, 4 വോട്ടർ ID ബാംഗ്ലൂർ, കർണാടക, തെലങ്കാന, തമിഴ്നാട് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണല്ലോ SIR. അതായത് ഒരാൾക്ക് ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാവരുത്, ഇന്ത്യക്കാരല്ലാത്ത വോട്ടർമാരാവരുത്, വ്യാജ വോട്ടർമാരുണ്ടാവരുത്, മരിച്ച വോട്ടർമാരെ നീക്കണം. ഇതൊക്കെയാണ് SIR. ഈ SIRനെ എതിർക്കുന്ന ഒരു മഹാനുഭാവനാണ് ഈ പ്രകാശരാജൻ. ഇയാൾക്ക് 4 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ വോട്ടർ ID കാർഡുണ്ട്. കർണാടകയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്.
ഇനി കേരളത്തിലും കാണുമായിരിക്കും ചില പഞ്ചാബത്ത്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊന്നുമോനായിരുന്നു. CPM-ൻ്റെ എല്ലാ പരിപാടിക്കും കേരള സർക്കാർ, പിണറായി സർക്കാരിൻ്റെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും മോദിയെ തെറി പറയാൻ വരുന്ന ഒരു പരമചെറ്റയായിരുന്നു ഈ പ്രകാശ് രാജ്. കാരണം ഇത്തരം പണി ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്താ പിന്നെ വിളിക്കുക? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വാഗമണ്ണിലെ കയ്യേറ്റം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒഴിപ്പിക്കരുത്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാനും നമുക്ക് ലൈസൻസ് കിട്ടുമല്ലോ. നോക്കൂ, SIR-നെ എതിർക്കുന്നു. SIR-ൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരെ നീക്കം ചെയ്യുന്നു. അതിനെതിരെ ഇയാൾ ബഹളം വെച്ചതിൻ്റെ കാരണം ഇയാൾക്ക് 4 പോയി വോട്ട് ചെയ്യണം. ചെറ്റത്തരമല്ലേ? ഇയാളെ ചെറ്റ എന്നല്ലാതെ പിന്നെന്താ വിളിക്കുക? ഇത് രാഷ്ട്രീയ ചെറ്റത്തരം മാത്രമല്ല, ഒരു സാമൂഹ്യ ചെറ്റത്തരം കൂടിയാണ്. പിണറായി വിജയൻ പണ്ട് പ്രേമചന്ദ്രനെ വിളിച്ച ആ പദമുണ്ടല്ലോ, അത് ഞാൻ പറയുന്നില്ല. ആ പദം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അത് സർവാത്മന ഇണങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈ പ്രകാശ് രാജാണ്. ഈ പ്രകാശ് രാജിൻ്റെ നേതാവായ പിണറായി വിജയൻ ഉപയോഗിച്ച പദമായതുകൊണ്ട് അത് പാർലമെൻ്ററി അല്ല എന്ന് പ്രകാശ് രാജിന് പറയാൻ പറ്റില്ല. ആ പദം സർവ്വതാ യോഗ്യം ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വോട്ടർ പട്ടികയിൽ 4 സംസ്ഥാനങ്ങളിൽ പേരുണ്ടായതിനെ തുടർന്ന് ഇയാൾക്ക് ബാംഗ്ലൂർ കോടതിയിൽ ഒരു കേസ് വന്നു. കേസ് വന്നിട്ട് അവസാനം കോടതി സമൻസ് അയച്ചു, വരത്തില്ല. ഭരണഘടനയെ മാനിക്കണം എന്ന് പറയുന്ന ആളാണ്. ഭരണഘടനാ പ്രകാരമാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. കേസ് വന്ന് നോട്ടീസ് അയച്ചാൽ പോകത്തില്ല. അവസാനം കോടതി ജാമ്യമില്ലാ വാറണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയോ? വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകും. അങ്ങനെ വന്നപ്പോൾ ആശാൻ കോടതി വന്ന് ഫൈനടച്ച് കീഴടങ്ങി ജാമ്യം എടുത്തു പോയി. ഇതാണ് പ്രകാശ് രാജ് എന്ന് പറയുന്ന മഹാൻ്റെ ജനാധിപത്യ സ്നേഹം, ഭരണഘടനാ സ്നേഹം, നിയമവാഴ്ച അനുസരിക്കൽ. അങ്ങനെ ഉണ്ടല്ലോ, നിയമം അനുസരിക്കണം, നിയമപരമായിട്ട് വേണം എല്ലാം ചെയ്യാൻ എന്ന് പറയുന്ന ഈ ചെറ്റരാജന് വോട്ടർ ID 4. വാഗമണ്ണിൽ കയ്യേറ്റം, കൊടൈക്കനാലിൽ കയ്യേറ്റം, കോടതി നോട്ടീസ് അയച്ചാൽ കോടതി വരത്തില്ല. എങ്ങനെയുണ്ട്? ഇവനാണ് ഈ നാട്ടിൽ ജനാധിപത്യം, ഭരണഘടന ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ, കർണാടകയിലെ മഞ്ജുനാഥ ക്ഷേത്രം ഉണ്ടല്ലോ, ധർമ്മസ്ഥലയിലെ വ്യാജ കേസായിരുന്നു കണ്ടുപിടിച്ചത് കോൺഗ്രസിൻ്റെ സർക്കാരല്ലേ? ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള വ്യാജ പ്രചാരണത്തിന് ഏറ്റവും മുന്നിൽ നിന്നത് ഈ പ്രകാശ് രാജാണ്. ഒരു പവിത്രമായ ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി വ്യാജം പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളുടെയും ഇവാഞ്ചലിസ്റ്റുകളുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ടി പണിയെടുത്ത് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയ, പബ്ലിസിറ്റി കൊടുത്ത ഒരാളെ ചെറ്റ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം? ഇത് ന്യായമായൊരു ചോദ്യമാണ്. ചെയ്ത പണി വളരെ ചെറ്റത്തരമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഹിന്ദു വിരോധം മാത്രം അപാതചൂടം. ഇയാളുടെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന ഗ്രൂപ്പൊന്നും അല്ല ഉണ്ടാവുക. ഹിന്ദു വിരോധം എന്ന് പറയുന്ന ആൻറ്റി ഹിന്ദു AH എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ആൻറ്റി ഹിന്ദു ബ്ലഡ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശരീരത്തിൽ ഒഴുകുന്ന ഒരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അയാളുടെ പേരാണ് പ്രകാശ് രാജ്. അയാൾ വാക്കും പ്രവർത്തിയും കൊണ്ട് റൂൾ ഓഫ് ലോ, ഭരണഘടന, ജനാധിപത്യം എന്നൊക്കെ പറയും. എന്നാൽ ഇതിനെ ഒന്നും മാനിക്കാത്ത ഒന്നാം തരം ഫ്രോഡ് ആരാണെന്ന് വെച്ചാൽ അത് പ്രകാശ് രാജാണ്. അത് അയാളുടെ തിരുനെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക മുഖമായി ഇവരെല്ലാം മനോരമയുടെ പരിപാടി, മാതൃഭൂമിയുടെ പരിപാടി, DC-യുടെ പരിപാടി, സർക്കാരിൻ്റെ പരിപാടി ഒക്കെ വരുമ്പോൾ സാംസ്കാരിക മുഖമായി അവതരിപ്പിക്കുന്ന ഇയാളി കാണിച്ച വാഗമണ്ണിലെ കയ്യേറ്റം അത് ഒഴിപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പുതിയ റവന്യൂ മന്ത്രിയായ അനിൽകുമാർ എടുത്ത ധീരമായ നിലപാട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം മോദിക്കെതിരായ നിലപാടുള്ള ഒരാൾ എന്തു തെമ്മാടിത്തരം കാണിച്ചാലും അത് മഹത്തായ കാര്യമാണ്. അത് ലോകത്തെ അറിയിക്കേണ്ടതില്ല. അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി. അതിനകത്ത് ഒരു മാധ്യമവും മാറി നിൽക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം മോദിയെ തകർക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയാണല്ലോ. BJP തകർക്കുക, മോദിയെ തകർക്കുക, എന്നിട്ട് ഇന്ത്യ മുടിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഈ മോദി സർക്കാർ ഒന്ന് വീണാൽ മതി എന്നിരിക്കുന്ന മാധ്യമങ്ങൾ ഏറ്റവും വലിയ മോദി വിരുദ്ധനായ ഈ നടൻ കാണിച്ച കേരളത്തിൻ്റെ ഏക്കർ കണക്കിന് കണ്ണായ ഭൂമി, വാഗമണ്ണിലെ ഭൂമി കയ്യേറിയതും അത് സർക്കാർ തിരിച്ചു പിടിച്ചതുമായ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല.
എങ്ങനെയുണ്ട്? ഇതാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. അതിനിടയ്ക്കാണ് ഞങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ സ്വന്തം മാധ്യമം ഇന്ത്യ ലൈവ് നിലനിൽക്കുന്നത്. ഇന്ത്യ ലൈവിനെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ആളുകളെ കൊണ്ട് ചെയ്യിക്കണം. കാണുന്ന ഓരോരുത്തരോടും പറയൂ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എടുക്കൂ, ആ ഇന്ത്യ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാൽ ഒരു സംശയവുമില്ല, ഇന്ത്യ ലൈവ് ഇതിൻ്റെ ഇരട്ടി പ്രേക്ഷകരുള്ള കൂടുതൽ കരുത്തോടെ സത്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു മാധ്യമമായി വളരെ വേഗം വളരും. സഹായിക്കുക, കൂടെ നിൽക്കുക.